തമിഴ്നാട്ടിലെ സാത്താൻകുളത്ത് നടന്ന കുപ്രസിദ്ധ കസ്റ്റഡി കൊലപാതകത്തിൽ കോടതി നാളെ വിധി പറയും. കോവിഡ് കാലത്ത് പോലീസ് പിടിച്ചുകൊണ്ടുപോയ അച്ഛനെയും മകനെയും മർദ്ദിച്ച് കൊന്നതാണെന്നും ഇതിൽ 9 പോലീസുകാർ കുറ്റക്കാരാണെന്നും മധുര ജില്ലാ കോടതി കണ്ടെത്തിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ പോലീസ് ചരിത്രത്തിൽ തന്നെ അസ്വാഭാവിക ഏടുകളാണ് അടയാളപ്പെടുത്തിയത്. തീർത്തും അസ്വാഭാവികമായ ഒരു കേസാണ് സാത്താൻകുളത്തെ കസ്റ്റഡി കൊലപാതകം. 2020 ജൂൺ 19 കോവിഡ് ലോക്ക്ഡൌൺ നടപ്പിലാക്കുന്ന സമയം കട തുറന്നതിനെ ജയരാജിനെയും മകൻ ബെനിക്സിനെയും സാത്താൻകുളത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ചായിരുന്നു നടപടി. എന്നാൽ ഞെട്ടിക്കുന്ന സംഭവം പോലീസ് കസ്റ്റഡിയിലെടുത്ത അച്ഛനും മകനും ദാരുണമായി കൊല്ലപ്പെട്ടു എന്നതാണ്. 6 വർഷം മുമ്പ് ലോകം ലോക്ക്ഡൌണിലായിരിക്കെ ആവശ്യ സാധനങ്ങൾ വിൽക്കുകയായിരുന്ന ജയരാജനെ കട അടക്കാൻ വൈകിയെന്നാരോപിച്ച് CI S ശ്രീധർ, SI ബാലകൃഷ്ണൻ, കോൺസ്റ്റബിൾ M മുത്തുരാജ എന്നിവരടങ്ങിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അച്ഛന്റെ അറസ്റ്റ് അറിഞ്ഞ മകൻ ബെനിക്സ് സുഹൃത്തിനൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തിയ ബെനിക്സ് കാണുന്നത് SI ബാലകൃഷ്ണൻ അച്ഛനെ തറയിലിട്ട് മർദ്ദിക്കുന്നതാണ്. ഇതു കണ്ട ബെനിക്സ് രോഷാകുലനായി SIയോടും കോൺസ്റ്റബിളിനോടും തട്ടിക്കയറി. പിന്നാലെ ബെനിക്സിനെ പോലീസുകാർ സ്റ്റേഷനകത്ത് തടഞ്ഞുവെച്ചു. ഇവരെ കാണാൻ അഭിഭാഷകരെയോ സുഹൃത്തുക്കളെയോ അനുവദിച്ചതുമില്ല. അന്ന് രാത്രി ബെനിക്സും ജയരാജും പോലീസിന്റെ 3ാം മുറയ്ക്ക് ഇരയായി. പിറ്റേ ദിവസം അച്ഛനെയും മകനെയും മെഡിക്കൽ പരിശോധനയ്ക്കെത്തിച്ചു. എന്നാൽ കൊടിയ പീഡനം പുറത്തറിയാതിരിക്കാൻ 6 ലുങ്കികൾ പോലീസ് ഇവരെ പുതപ്പിച്ചിരുന്നു. തുടർന്ന് സാത്താൻകുളം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ബെനിക്സിനെയും ജയരാജിനെയും റിമാൻഡ് ചെയ്തു. കോവിഡ് പ്രോട്ടോകോളിനെ തുടർന്ന് മജിസ്ട്രേറ്റിന് ഇവരുടെ ശരിയായ ആരോഗ്യാവസ്ഥ നേരിട്ടറിയാൻ സാധിച്ചിരുന്നില്ല. രണ്ടുപേരെയും സാത്താൻകുളത്ത് നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള കോവിൽപ്പെട്ടി സബ് ജയിലിലേക്ക് മാറ്റി. ജൂൺ 20 വൈകുന്നേരം വരെ അഭിഭാഷകർക്ക് ബെനിക്സിനെയോ ജയരാജിനെയോ കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല. 2020 ജൂൺ 22 ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബെനിക്സ് കൊല്ലപ്പെട്ടു. പിറ്റേ ദിവസം പുലർച്ചെ 4:30 ജയരാജും മരണത്തിന് കീഴടങ്ങി. ഇരുവരുടെയും മരണത്തോടെ സാത്താൻകുളത്ത് വലിയ പ്രതിഷേധമുയർന്നു. പിന്നീട് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിച്ചു. ജനരോഷം കടുത്തതോടെ CIയെയും 2 SIമാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സാത്താൻകുളം സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റുകയും ചെയ്തു. പിന്നാലെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് സ്വമേധയാ കേസെടുത്ത് ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. ജൂൺ 28 കേസ് സർക്കാർ CBIക്ക് വിട്ടു. ജുഡീഷ്യൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു മരണം കൂടിയുണ്ടായി. പിന്നാലെ കോൺസ്റ്റബിൾ മഹാരാജന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് MS ഭാരതിദാസൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ ദക്ഷിണ മേഖല IGക്ക് മധുര ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തു. പിന്നാലെ മഹാരാജനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മജിസ്ട്രേറ്റിന് രേഖകൾ ശേഖരിക്കാൻ കഴിയുന്ന തരത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും തൂത്തുക്കുടി ജില്ലാ കളക്ടറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യൻ പോലീസിന്റെ ചരിത്രത്തിൽ ഒരു ജില്ലാ ഭരണകൂടം പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം പിടിച്ചെടുത്തത് ആദ്യമായിരുന്നു. CBI അന്വേഷണത്തിൽ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. മാർച്ച് 23 മധുരയിലെ പ്രത്യേക കോടതി കേസിൽ ഉൾപ്പെട്ട 9 പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. CI S ശ്രീധർ, SIമാരായ K ബാലകൃഷ്ണൻ, P രഘുഗണേഷ്, ഹെഡ് കോൺസ്റ്റബിൾമാരായ S മുരുകൻ, S സാമദുരൈ, കോൺസ്റ്റബിൾമാരായ M മുത്തുരാജ, S ചെല്ലദുരൈ, തോമസ് ഫ്രാൻസിസ്, വെയിൽ മുത്തു എന്നിവർക്കെതിരെയാണ് കുറ്റം കണ്ടെത്തിയത്. മറ്റൊരു പ്രതിയായ കോൺസ്റ്റബിൾ പാൽദുരൈ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ച ശേഷം കേസിൽ ശിക്ഷാവിധി പുറപ്പെടുവിക്കാനാണ് ജസ്റ്റിസ് G മുത്തുകുമരൻ നാളത്തെ ദിവസം തെരഞ്ഞെടുത്തത്.
പോലീസുകാരായിരുന്ന 9 കുറ്റവാളികളുടെ റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തു. കേസിൽ നിർണായകമായത് സംഭവ ദിവസം സ്റ്റേഷനിലുണ്ടായിരുന്ന വനിതാ ഹെഡ് കോൺസ്റ്റബിളിന്റെ ധീരമായ മൊഴിയാണ്. അവരുടെ മൊഴി കാക്കിക്കുള്ളിലെ കാട്ടാളന്മാരെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കാൻ വെളിച്ചമായി. ഖിലാഫ് അഹമ്മദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.